നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണർകാട് പഞ്ചായത്തിൽ കായിക പദ്ധതിക്ക് പണം അനുവദിക്കാതെ ചാണ്ടി ഉമ്മൻ എംഎൽഎ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് എംഎൽഎ പദ്ധതിക്ക് തടസ്സം നിന്നു. ഫണ്ട് ഇനിയും ബാക്കിയുണ്ടെന്നും ഭരണസമിതി. തട്ടുകടയിൽ വച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ തലയോലപ്പറമ്പിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം. വീട്ടുടമയ്ക്കും മകനും പരിക്ക്. മകന് തലയ്ക്ക് പരിക്കേറ്റു. പ്രതിക്കായി അന്വേഷണം ശക്തമാക്കി. പാലാ ടൗണിലെ ടി.ബി. റോഡ് ബ്ലൂ മൂൺ റോഡ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും മുനിസിപ്പാലിറ്റിയും എടുത്ത തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. തീരുമാനം ബിൽഡിംഗ് ഉടമയും കടയുടമകളും നൽകിയ ഹർജിയിൽ. മണർകാട് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാതെ ചാണ്ടി ഉമ്മൻ എംഎൽഎ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന കായിക വകുപ്പിന്റെ പദ്ധതിയിൽ മണർകാട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2023 അന്നത്തെ എംഎൽഎ ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഭരണസമിതി നിവേദനം നൽകിയിരുന്നു. ഇതിൽ പ്രകാരം കായിക മന്ത്രി അബ്ദുൾ റഹ്മാന് ഉമ്മൻചാണ്ടി കത്ത് നൽകി. എന്നാൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് പിന്നീട് എംഎൽഎ ആയി എത്തിയ ചാണ്ടി ഉമ്മൻ ഫണ്ട് ഇല്ല എന്ന ആരോപണങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് തടസ്സം നിന്നു. എന്നാൽ 50 ലക്ഷം രൂപയ്ക്കെടുത്ത ഫണ്ട് ഇനിയും ബാക്കിയുണ്ടെന്നും ഇലക്ഷൻ അടുത്തതോടെ ചില ബാഹ്യശക്തികളുടെ പ്രേരണ മൂലം എംഎൽഎ തടസ്സപ്പെടുത്തുന്നതാണെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടി. മിക്കവാറും പഞ്ചായത്തിൽ ഭരിക്കുന്ന വിവിധ കക്ഷികളുണ്ട്. അത് എംഎൽഎയുടെ പാർട്ടി ഭരിക്കുന്നുണ്ട്. അത് ബഹുഭൂരിപക്ഷം മറ്റ് എതിർ കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ട്. പക്ഷേ അവരൊന്നും ഇല്ലാത്ത ഒരു നയം നമ്മളോട് കാണിച്ച എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാന്ന് വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിരിക്കും പുതുപ്പള്ളിയിലോ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവാസങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതും ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ റവന്യൂ ടവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ജനങ്ങളെ ഒരു ബോധ്യപ്പെടുത്തുന്നത്. അതിന് ഇവിടുത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ചില UDF നേതാക്കന്മാരും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് സംശയമുണ്ട്. അതായത് വെച്ചാൽ നമ്മളൊരു നാടിന്റെ വികസനം അവരും എതിരിക്കുകയാണ്. ഇത് വരുന്നത് വികസനത്തിന് വേണ്ടിയാണ്. നമുക്ക് പ്രത്യേകമായ എന്തോ ഒരു താല്പര്യമില്ല. നമ്മുടെ നാടിന്റെ താല്പര്യമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ കേസ് സുപ്രീം കോടതി വരെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വസ്തുവും ഈ ജനങ്ങൾ നികുതി അടച്ച പണവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് കേസ് നടത്തിയിരുന്നു. രണ്ടാമതുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തെ ഈ സ്ഥലത്തിന്മേലുള്ള ഒരു രജിസ്ട്രേഷൻ നടപടികളൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല. നമ്മൾ അതിൻ്റെ റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങി വർഷങ്ങൾ അതിൻ്റെ ഒരു പ്രോസസ്സുകൾ നീണ്ടാണ് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 3 ഈ മുൻ ഭരണസമിതിയുടെ കാലത്ത് നേരത്തെ എടുത്ത ആവശ്യങ്ങളായിരുന്നു. അവർ ഗ്രാമീണ ജനത ടാക്സി സ്റ്റാൻഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൂടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ കളിസ്ഥലമാകട്ടെ, ഓപ്പൺ ജിം ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണമായിരുന്നു. കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി വേണമായിരുന്നു. അതും നമ്മൾ നേടിയെടുത്തു. ഇപ്പം അടിസ്ഥാന സൗകര്യ വികസനം, അതായത് ഇവിടെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഗ്രൗണ്ട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇത്രയും തന്നെ അത് ഡെവലപ്ഡ് അല്ലായിരുന്നു. അവിടെ നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മുടെ എവിടെ നിന്നുള്ളായിരുന്നു നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജാക്സണും അടക്കമുള്ളവർ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങളിത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വന്ന വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മണർകാട് പഞ്ചായത്തിലെ ഈ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇതിന് തയ്യാറാക്കിയായിരുന്നു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഒരു തട്ടുകടയിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുടമയെയും മകനെയും വടികൊണ്ട് മർദ്ദിക്കുകയും മകനെ വാക്കത്തികൊണ്ട് വെട്ടുകയും ചെയ്ത സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ബ്രഹ്മമംഗലം ചേമ്പാല ഭാഗത്ത് ജോസ്മോനെതിരെ തലയോലപ്പറമ്പ് പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ബ്രഹ്മമംഗലത്തുള്ള അലൻ ജേക്കബ്, അച്ഛൻ ചാക്കോ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ചാക്കോയെ മർദ്ദിച്ച ശേഷം വാക്കത്തി കൊണ്ട് വെട്ടുന്നതിനിടെ അലന്റെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റു. സാരമായി പരിക്കേറ്റ അലനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരയൻകാവിലുള്ള തട്ടുകടയിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ ജോസ്മോനും അലനുമായി തർക്കം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും പോയതിന് പിന്നാലെ ജോസ്മോൻ അലന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കായി അന്വേഷണം ശക്തമാക്കി. പാലാ ടൗണിലെ ടി.ബി. റോഡ് ബ്ലൂ മൂൺ റോഡ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കാൻ
ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും മുനിസിപ്പാലിറ്റിയും എടുത്ത തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. ഇവിടുത്തെ പാർക്കിങ്ങിനെതിരെ മറ്റത്തിൽ ബിൽഡിംഗ് ഉടമ സെബാസ്റ്റ്യൻ മറ്റത്തിലും മറ്റ് വാടകക്കാരും സമീപത്തെ കടയുടമകളും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇടുങ്ങിയ റോഡിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ഓട്ടോ പാർക്കിംഗ് അനുവദിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. തൽപര കക്ഷികളെ കേൾക്കണമെന്നത് ഉൾപ്പെടെ ഇതിന് നിഷ്കർഷിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയാണ് ഉത്തരവ്. പരാതിക്കാർക്കും താൽപ്പര്യമുള്ളവർക്കും എതിർപ്പ് എഴുതി നൽകാനുള്ള അവസരം നൽകണം. കേവലം 5.7 മീറ്റർ വീതിയുള്ള ബ്ലൂ മൂൺ റോഡിൽ കാൽനടക്കാർക്ക് അനുവദിച്ചിട്ടുള്ള 1.50 മീറ്റർ ഒഴിച്ചിട്ടാൽ പിന്നെ 2 വാഹനങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. ഹർജിക്കാർക്ക് എതിർപ്പ് എഴുതി നൽകാനുള്ള അവസരം നൽകി. വാദം കേട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് എബ്രാഹിം വാക്കനാലും അഡ്വക്കേറ്റ് പോൾ വാക്കനാലും അഡ്വക്കേറ്റ് ജീവൻ ബാബുവും ഹാജരായി. മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ ട്രാവലറിന് പകരം പുതിയ വാഹനം സമ്മാനിച്ച സുഹൃത്തുക്കൾ. ഒക്ടോബർ 18 കനത്ത മഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഇടുക്കി കൂട്ടാർ സ്വദേശി ബി റെജിമോന്റെ ട്രാവലർ ഒഴുകിപ്പോകുന്ന കാഴ്ച ഏവരെയും വിഷമത്തിലാക്കുന്നതായിരുന്നു. ഇപ്പോഴിതാ വാഹനം നഷ്ടപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ റെജിമോന് താങ്ങായിരിക്കുകയാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ. ഒക്ടോബർ 18 കനത്ത മഴയിലുണ്ടായ വെള്ളപ്പാച്ചിലിൽ ഇടുക്കി കൂട്ടാർ സ്വദേശി കേളന്തറയിൽ ബി റെജിമോന്റെ ട്രാവലർ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ദൃശ്യം ദൃശ്യമാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഒലിച്ചുപോകുന്ന ട്രാവലറിന്റെ വീഡിയോ വേദനിപ്പിക്കുന്നതായിരുന്നു. കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന വാഹനത്തിന് നിസ്സഹായതയോടെ കണ്ടിരിക്കുന്നവരെയും വീഡിയോയിൽ കാണാമായിരുന്നു. പിന്നീട് വാഹനം കണ്ടെത്തുമ്പോൾ കുറച്ച് തകിട് കഷ്ണങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വാഹനം നഷ്ടപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ റെജിമോന് താങ്ങാവുകയാണ് സുഹൃത്തുക്കൾ. വിനായക് എന്ന് പേരുണ്ടായിരുന്ന ട്രാവലറിന് പകരം അതേ പേരിട്ട് മറ്റൊരു ട്രാവലർ സുഹൃത്തുക്കൾ സമ്മാനിച്ചു. വാഹനം ഒലിച്ചുപോയ കൂട്ടാർ പാലത്തിന് സമീപത്ത് തന്നെയാണ് ഈ വാഹനത്തിന്റെ താക്കോൽ റെജിമോൻ ഏറ്റുവാങ്ങിയത്. റെജിമോന്റെ സുഹൃത്തുക്കളും ബംഗളൂരുവിൽ IT ജീവനക്കാരുമായ കണ്ണൂർ സ്വദേശികളാണ് വാഹനം വാങ്ങി നൽകിയത്. ഇവർക്ക് നാട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കളെ താക്കോൽ കൈമാറാൻ ഏൽപ്പിക്കുകയായിരുന്നു. ഒഴുകിപ്പോയ വാഹനം 17 സീറ്റായിരുന്നു. എന്നാൽ സുഹൃത്തുക്കൾ സമ്മാനിച്ചത് 19 സീറ്റുള്ള ട്രാവലറാണ്. ഡ്രൈവറായി എത്തിയുള്ള പരിചയമാണ് ഇവരുമായെന്നും അത് പിന്നീട് വളരുകയായിരുന്നുവെന്നും കടപ്പാട് അറിയിച്ചുകൊണ്ട് റെജിമോൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച 98 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 31 നടക്കും. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷത വഹിക്കും. ആന്റോ ആന്റണി MP മുഖ്യാതിഥിയാകും. കളിസ്ഥല നിർമ്മാണത്തിനും പ്രവേശന കവാടത്തിനും 40 ലക്ഷം രൂപയാണ് ഉപയോഗിക്കുക. ടോയ്ലറ്റ് ബ്ലോക്കിനും ചുറ്റുമതിൽ നിർമ്മാണത്തിനും 15 ലക്ഷം. VHSE വിഭാഗം കെമിസ്ട്രി ലാബിന് 10 ലക്ഷം. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് 8 ലക്ഷവും വനിതാ ഫിറ്റ്നസ് സെന്ററിന് 10 ലക്ഷവുമാണ് തുക. ഗവൺമെൻറ് സ്കൂളിൽ 98 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ നമ്മൾ ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ നവീകരണവുമായി നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഈ പുതിയ ബിൽഡിങ് നമുക്കിവിടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 8 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ ബിൽഡിങ് നമ്മൾ പണി പൂർത്തീകരിച്ചത്. അതോടൊപ്പം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് കായിക പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിന് ഉള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ കളിസ്ഥലം നല്ല നിലയിലുള്ള ആധുനിക കളിസ്ഥലമാക്കി മാറ്റുന്നതിന് 40 ലക്ഷം രൂപയാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ പണി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 200 മീറ്റർ ട്രാക്കും വോളിബോൾ കോർട്ടും അതേപോലെ തന്നെ ഫുട്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, ഇത്രയാണ് ഈ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഏതാണ്ട് 450ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ
10 ലക്ഷം രൂപ ചിലവഴിച്ച് നമ്മളൊരു ആധുനിക കെമിസ്ട്രി ലാബ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ രംഗത്ത് ചങ്ങനാശ്ശേരി മാടപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവശക്തി റിസർച്ച് ഫൗണ്ടേഷന്റെ സംയോജിത ക്ഷേമപരിചരണ മന്ദിരത്തിന്റെ സ്ഥാപന കർമ്മ പദ്ധതിക്കും വിവിധ സാമൂഹ്യ സേവന ശാക്തീകരണ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. ജോ മൈക്കിൾ MLA പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ആരോഗ്യവും ക്ഷേമവും ജീവശക്തി പുനരുജ്ജീവനവും സുരക്ഷിത സംരക്ഷിത കൂട്ടായ്മ ജീവിതത്തിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടിയാണ് സംയോജിത ക്ഷേമ പരിചരണ മന്ദിരം ആരംഭിക്കുന്നത്. മന്ദിര സ്ഥാപന കർമ്മ പദ്ധതിയുടെയും ബഹുജനങ്ങൾക്കായുള്ള വിവിധ സാമൂഹ്യ സേവന ശാക്തീകരണ പദ്ധതികളുടെയും ഉദ്ഘാടനം ചങ്ങനാശ്ശേരി ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോ മൈക്കിൾ MLA നിർവഹിച്ചു. അതല്ലാതെ ആരെങ്കിലും കണ്ട് കുറ്റം പറയാം, മാറിയുന്ന പച്ചക്കറിക്ക് വിലയാണ്. സ്വന്തം പറമ്പിൽ ഒരു 10 മൂട് തക്കാളിയോ ഒരു 10 മൂട് ചീരയോ അല്ലെങ്കിൽ ഒരു 5 മൂട് പച്ചമുളകോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കാര്യങ്ങളുള്ള പയറോ വെണ്ടയോ ഒക്കെ ഇട്ട് എടുക്കുന്നില്ല. ആ പറമ്പിലെല്ലാം കാട് കയറി നശിച്ച് കിടക്കുമ്പോൾ ഇപ്പുറത്ത് മാറി നിന്നിട്ട് രണ്ടുപേരെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, എന്തൊരു വിലയാണ് പച്ചക്കറിക്ക്, നമുക്ക് ഒരു രക്ഷയില്ല, വിഷമാണ്, ഇത് കഴിച്ചാൽ ക്യാൻസർ വരും. പക്ഷേ നമുക്കറിയാം ക്യാൻസർ വരുന്നവർക്കൊക്കെ വരും, ആർക്കും തടയാൻ പറ്റുന്ന കാര്യമില്ല. അത് ഇനി ഒരു 10-25 വർഷം കഴിയുമ്പോൾ ആ കോശങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്ന റിസർച്ച് നടത്തി ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കും. അപ്പോൾ അതിൽ നിന്ന് വരും, അപ്പോൾ വേറെ അസുഖം വരും, അപ്പോൾ വേറെ അസുഖത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. ഫൗണ്ടേഷൻ ചെയർമാൻ വി ദിനേശ് അധ്യക്ഷനായിരുന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, ചെത്തിപ്പുഴ സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരിയും ക്രിസ്തുജ്യോതി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജരുമായ ഫാദർ ഡോക്ടർ തോമസ് കല്ലുകളം എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. MR പ്രദീപ് കുമാർ, ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ ജേക്കബ് MC, വി ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കേരള റബ്ബർ ലിമിറ്റഡിലെ വിവിധ കരാർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തി. കൂലി വർധനവ് ആവശ്യപ്പെട്ട് 3 മാസം മുൻപ് നൽകിയ ഡിമാൻഡ് ചർച്ചയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാത്ത സാഹചര്യത്തിലും 2024 ഓഗസ്റ്റിൽ എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ മുൻപാകെ തീരുമാനമാകാതെ കിടക്കുന്ന അവധി ദിനങ്ങൾ അംഗീകരിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഓവർടൈം, ഇരട്ടി വേതനം, പിരിച്ചുവിടൽ ആനുകൂല്യം പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി തൊഴിലാളികൾക്ക് കൂലിയും നൽകിയിട്ടില്ല. SS മുരളി ഉദ്ഘാടനം ചെയ്തു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും യൂണിയൻ കൺവീനർമാരുമായ AK രജീഷ്, CM രാധാകൃഷ്ണൻ, IC ബൈജു, TM വേണുഗോപാൽ, വർഗീസ് A, വിദ്യാധരൻ എന്നിവർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി കൂലി കിട്ടാത്ത സാഹചര്യം ചർച്ച ചെയ്തു. എത്രയും വേഗം കൂലി കുടിശ്ശിക നൽകുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. വിവിധ തലങ്ങളിൽ 300 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിന് സമയബന്ധിതമായി ബില്ല് കൊടുക്കുക, അതിന് കരാറുകാരന് പണം കിട്ടുമ്പോൾ അത് തൊഴിലാളിക്കും മറ്റ് മെറ്റീരിയലൊക്കെ വാങ്ങുന്നതിന് വേണ്ടി എടുത്ത് കൊടുക്കുക, പെട്രോൾ അടിക്കുന്നിടത്ത് കൊടുക്കുക, ഡീസൽ അടിക്കുന്നതൊക്കെ കൊടുക്കേണ്ടതാണ്. ഇവരെല്ലാം വന്ന് പലയിടത്തും പലപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായവും മിതവുമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്ന് മനസ്സോട് കൂടിയാണെങ്കിലും ഇന്ന് സൂചനാ പണിമുടക്കിന് തയ്യാറായിട്ടുള്ളത്. ഇതൊരു സൂചന മാത്രമാണ്. മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ യൂണിയൻകാർ മാത്രമേ പണിയുള്ളെന്നൊരു തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. അതിന് ഇടവരുത്താതെ നമ്മൾ വിട്ടുതന്ന കുറെ ആനുകൂല്യങ്ങൾ, കുറെ സഹായങ്ങൾ നിങ്ങളത് പരിഗണിച്ചുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നത്തിന് അടിയന്തരമായ സാഹചര്യമൊരുക്കി സഹായമൊരുക്കണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ മൊത്തം വിളിയായിരുന്നു. എന്നെ വിളിച്ചു, CM-മാരനെ വിളിച്ചു, ഷാജിയെ വിളിച്ചു, വേണുവിനെ വിളിച്ചോ എന്നറിയത്തില്ല, രജീഷിനെ വിളിച്ചു കാണും. അപ്പോഴൊക്കെ അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും എഴുതി തയ്യാറാക്കി നോട്ടീസ് നൽകുമ്പോൾ നിങ്ങൾ അത് ചോദിക്കുവാൻ അർഹരല്ല എന്നും നിങ്ങളുടെ ഔട്ട്പുട്ട് കുറവാണ്, നിങ്ങൾ അവിടെ നിന്ന് മോഷണം നടത്തുന്നു, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ സാമഗ്രികളും നിങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള നിലയിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഏറ്റവും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് മുമ്പോട്ട് പോകുന്നത്.
പാലാ KSRTC ഡിപ്പോയിൽ നിന്ന് KSRTC ബാംഗ്ലൂർ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലാ ഡിപ്പോയിൽ നിന്നും രാത്രി 10:30 പുറപ്പെട്ടിരുന്ന ബാംഗ്ലൂർ SDLX സ്വിഫ്റ്റ് ഗരുഡ AC ആയി ഉയർത്തി. ഫ്ളാഗ് ഓഫ് കർമ്മം പാലാ MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. രാത്രി 10:30 പാലായിൽ നിന്നും പുറപ്പെട്ട് രാവിലെ 8:30 ബാംഗ്ലൂരിലെത്തും. തിരികെ രാത്രി 8:30 ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് പുലർച്ചെ 5:30 പാലായിൽ തിരിച്ചെത്തും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ബാംഗ്ലൂർ ടിക്കറ്റിന് 1111 രൂപയാണ്. ഉത്സവ ദിവസങ്ങളിൽ 1300 വരെ ആകും. അശോക് കുമാർ, TV ജോർജ്, തങ്കച്ചൻ മുളങ്കുന്നം, കൃഷ്ണൻ നായർ, ഡിപ്പോ എഞ്ചിനീയർ പ്രശാന്ത് മൈക്കിൾ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജോസഫ്, ജോയി കളരിക്കൽ, പ്രശാന്ത് പാല, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും ഫ്ളാഗ് ഓഫ് കർമ്മത്തിന് എത്തിയിരുന്നു. MLA ഉൾപ്പെടെ KSRTC ടെർമിനലിൽ നിന്ന് കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ആദ്യ യാത്ര നടത്തി. നേരത്തെ ഇവിടെ നിന്നുണ്ടായിരുന്നു, പക്ഷേ സ്വിഫ്റ്റ് AC ബസ് അല്ലായിരുന്നു. വിവിധ ഉത്സവങ്ങളും ഒക്കെ വരുമ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരാനും ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോരാനും 30,000 രൂപയ്ക്ക് ആളുകൾ കൊടുക്കേണ്ട സാഹചര്യം. ഇവിടുന്ന് 10:30 മണിക്ക് പുറപ്പെടുന്ന ബസ് രാവിലെ 8:30 മണിക്ക് ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂരിൽ നിന്ന് വൈകിട്ട് 8:30 മണിക്ക് പുറപ്പെടുന്ന ബസ് ഇവിടെ രാവിലെ 5:30 മണിക്ക് എത്തും. പോരാതെ ഇവിടെ KSRTCക്ക് പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വരിക. അതിന് MLA ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ കൊടുക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ 4.5 കോടി രൂപ KSRTC അനുവദിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭ 13-ാം വാർഡിൽ ഗവൺമെന്റ് മുഹമ്മദൻസ് UP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 109-ാം നമ്പർ അംഗനവാടി നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. അംഗൻവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA നിസ്താർ, ടെസ വർഗീസ്, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, വാർഡ് കൗൺസിലർ ഉഷ മുഹമ്മദ് ഷാജി, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PA നസീർ, ഗീത അജി, പ്രസന്നകുമാരി ടീച്ചർ, വിജയലക്ഷ്മി കൃഷ്ണകുമാർ, സ്മിത സുരേഷ്, പ്രിയ രാജേഷ്, ICDS സൂപ്പർവൈസർ ലക്ഷ്മി, CDPO രാജശ്രീ V, CDS പ്രസിഡന്റ് സുജാത രാജു, ADS ചെയർപേഴ്സൺ നജ ഭൂട്ടോ, ഹെഡ്മിസ്ട്രസ് റിനി K രാജൻ, സജിമോൻ മാത്യു, ജോഷി ആന്റണി, നജീബ് പത്താൻ, അംഗൻവാടി ടീച്ചർ ലൈല അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അംഗൻവാടിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച സുശീല KP, മുഹമ്മദൻ സ്കൂൾ പൂർവ്വ അധ്യാപിക ലൂസിയമ്മ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഈ അംഗൻവാടി കേന്ദ്രത്തിന് വേണ്ടി പ്രവർത്തിച്ച ഉഷാശാലിയെ വേണ്ടി ഒരു അഭിനന്ദിക്കുകയാണ്. കാരണം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ അംഗൻവാടി ഈ സൗധം ഇവിടെ ഉയർന്നത്. CPIയുടെ നിലപാടിനെ രക്ഷിക്കാൻ സർക്കാർ കത്തയക്കുമെന്നും അതിനപ്പുറം PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി പിന്മാറാൻ സർക്കാരിന് ആകില്ല എന്നും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ്. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേത് എങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഈശ്വരപ്രസാദ് പറഞ്ഞു. PM ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സർക്കാരിനാവില്ല. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുമിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ സാധിക്കും. അല്ലാതെ CPI പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഒരു കത്തയച്ച് അവസാനിപ്പിക്കാനാകില്ല, ഈശ്വരപ്രസാദ് പറഞ്ഞു. CPIയുടെ ഇത്ര എതിർപ്പ് വരുന്ന സമയത്ത് CPIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് CPIM ഈ നിലപാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ പദ്ധതി റദ്ദാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ കഴിയുള്ളൂ. MOU ഒപ്പിട്ടതിന് ശേഷം അത് റദ്ദാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് സാധിക്കുക. പിന്നെ ഒരുമിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി NEP ഞാൻ പഠിച്ചു, ഞാൻ കൃത്യമായി മനസ്സിലാക്കി, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട സമയത്ത് അതിനെ കൃത്യമായിട്ട് അതിനെ വിവരിക്കുകയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ CPI പോലെയുള്ള സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ നിലപാട് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. മാത്രമല്ല, ഇന്ന് ഇളവ് സ്വീകരിക്കണം, ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തളവാണ് അത് വ്യക്തമാക്കേണ്ട സർക്കാർ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.